एक स्पून माँ मതി മോളെ. नहीं तो नहीं देना. മോളോടൊന്ന് സംസാരിക്കാൻ അമ്മയ്ക്ക് ഹിന്ദി അറിയില്ലല്ലോ. അമ്മ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അവൾക്ക് മനസ്സിലാവും. മലയാളം അറിയോ? കുറച്ച്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ അമ്മക്ക്? ഇല്ല, അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അച്ഛനും മരിച്ചു. കമ്പനിയിൽ ഒരു അപകടത്തിൽപ്പെട്ട ഇവളുടെ അച്ഛൻ മരിച്ചത്. പിന്നെ ഇവൾക്ക് ആരുമില്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾ കല്യാണം നടന്നു. എനിക്കൊരുപാട് കടപ്പാടുണ്ട്. ഇവളുടെ അച്ഛൻ എനിക്ക് കമ്പനിയിൽ ജോലിയൊക്കെ വാങ്ങിച്ചു തന്നു. നമ്മൾ ആശിക്കുന്നതൊന്നും നടക്കില്ല. ഞങ്ങൾ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കണേ. എന്താ അമ്മ നോക്കണേ? കോലം കെട്ടുപോയി. എന്ത് സുന്ദരനായിരുന്നു നീ. അമ്മ പറഞ്ഞ കേട്ടോ, ഞാൻ സുന്ദരനായിരുന്നു. പഴയ പാട്ടും നാടകമൊക്കെ ഉണ്ടോ അപ്പോ? ഏയ്, അതൊക്കെ പോയില്ലേ. ഇപ്പൊ പാട്ടുമില്ല, നാടകമില്ല, ജീവിതം തന്നെ നാടകം. രവിയേട്ടാ, അമ്മയ്ക്ക് റെസ്റ്റ് വേണം. എന്റെ അസുഖമൊക്കെ മാറി എന്റെ മോൻ വന്നപ്പോ. രാജേട്ടൻ പ്രത്യേകം പറയാൻ പറഞ്ഞു അമ്മയോട് ഒരു സംസാരിക്കരുതെന്ന്. രവിയേട്ടൻ സംസാരിച്ച പ്രശ്നമാവുമല്ലോ അല്ലേ? ഹേയ്, അതുകൊണ്ടല്ല. അമ്മയുടെ ഹെൽത്തിന്റെ പൊസിഷൻ രവിയേട്ടൻ അറിയാനിട്ടാ. ബൈപ്പാസ് കഴിഞ്ഞ പിന്നെ അമ്മയെ മുറുക്കി പുറത്തിറങ്ങിയിട്ടില്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നീ ഇവിടെ ഇരിക്കേ. വേണ്ടമ്മേ, അമ്മയ്ക്ക് സുഖാവും. അമ്മ ഈ മുറി വിട്ട് പുറത്തു വരും. കുറച്ച് ദിവസമെങ്കിലും അമ്മയുടെ മോനായിട്ട് എനിക്ക് ജീവിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അമ്മ ഇപ്പൊ ശ്രമിക്കും. എനിക്കിപ്പോ ആ വന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല. നീ മനസ്സിലാക്കിയിരുന്നാ മതി. ചെറുപ്പത്തില് നീ കണ്ടിട്ടുണ്ടല്ലോ, അച്ഛൻ പഠിച്ച പണി 18 നോക്കിയതാ, നേരെയായില്ല. ഇങ്ങനെ ഒരു വിത്ത് എങ്ങനെ നമ്മുടെ അമ്മയുടെ ഉള്ളിൽ മുളച്ചാവോ? നാവെടുത്താൻ നുണയെ പറയാം. അത് എന്നെ കുറിച്ച് പറയും, നിന്നെ കുറിച്ച് പറയും, നിന്റെ ഭാര്യയെ കുറിച്ചും പറയും. ഒരാഴ്ച കഴിഞ്ഞാ തിരിച്ചു പോകുന്ന ഏട്ടൻ പറഞ്ഞത്. എന്തിനധികം, ഒരാഴ്ച മതിയല്ലോ കുടുംബം കലക്കാൻ. സുരേഷ് വരുമ്പോ അവനോടും പറഞ്ഞേക്കാം. ചിലതൊക്കെ ഞാനും സൂചിപ്പിച്ചിട്ടുണ്ട്. ഗീതയുടെ? അതെ, കണവൻ സുരേഷ് നായർ. നമ്മളെ മനസ്സിലായില്ല. ഞാൻ ഗീതയുടെ രണ്ടാമത്തെ ഏട്ടൻ രവീന്ദ്രനാഥ്. ഓ, നമ്മുടെ നാട് വിട്ടു പോയ അളിയൻ. മൂത്ത അളിയൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും നാള്? ഫീലായില്. ഇതാര്? പരിചയപ്പെട്ടോ? പിന്നെ അല്ല, അളിയൻ വന്ന വിവരം നീ എന്താ എന്നെ വിളിച്ചൊന്ന് പറയാതിരുന്നത്? ഞാൻ മസ്കറ്റില്ല. അമ്മതേ ഇപ്പൊ വടിയാവും എന്ന് പറഞ്ഞ് 2 പ്രാവശ്യമായി വരണം. ഇത്തവണയും വരവ് വെറുതെ ആവുമെന്ന് എനിക്കറിയാം, അല്ലേടി? അമ്മയ്ക്ക് നല്ല സുഖമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാശ് പോകുന്നല്ലാതെ നിന്റെ അമ്മ പോകുന്ന പ്രശ്നമില്ല. അത് വിചാരിച്ച് അടുപ്പത്ത് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക. ഒന്നും മിണ്ടോണ്ടിരി, നാവിനെല്ലാം വെച്ചിട്ട് വാങ്ങിട്. രാജേട്ടൻ എന്തി? ഏട്ടനൊന്ന് പോയി. നല്ല പണിയാണല്ലോ വെല്ലുവിളിയും കാണിച്ചത്. ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഫുൾ സെറ്റപ്പ് ആയിട്ട് ഞാൻ വന്നു. ഒരു കമ്പനി ഇല്ലാണ്ടായല്ലോ. പുള്ളി എങ്ങനെ വീശു? എന്താ ഇത്? മോൻ ഉറങ്ങണതിന് മുമ്പേ തന്റെ തിരുമോന്തെന്ന് കണ്ടോട്ടെ. മോനാണോ അതോ നിനക്കാണോ എന്റെ തിരുമോന്ത കാണേണ്ടത്? ഒരു മനുഷ്യൻ. അളിയോ, അളിയൻ പൂശു. എന്ത്? മറ്റവൻ പൂശാരി ഇല്ല. ഒന്ന് പോളിയാ. അളിയന്റെ കാര്യമൊക്കെ മൂത്തളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാരണവരുടെ അലമാരിൽ നിന്ന് നല്ല സ്കോച്ച് എടുത്ത് അളിയൻ കട്ട് കാച്ചുന്നത്. എനിക്ക് എന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഓ, ടേസ്റ്റ് ഇഷ്ടമല്ല? ഒന്ന് വീട് എന്റെ അളിയ. അളിയന്റെ കഥയൊക്കെ മൂത്തളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല പുള്ളി, നമുക്ക് അറിഞ്ഞൂടെ? ആരത്? ശ്രീധരമാമയോ? കളിക്കല്ലേ? എന്തൊക്കെയുണ്ട്? അവളെവിടെ? ആ ചെറിയ കാന്താരി സുജ? അവള് എവിടെ കുട്ടികളുടെ കൂടെ കളിക്കുക? കളി അവളെ സൂക്ഷിച്ചോ, പെശക. ഇവൻ എല്ലാരോടും ഇങ്ങനെയാ സംസാരിക്കുക? ഇതിനൊക്കെ നന്നായിട്ട് സംസാരിക്കും. 2 എണ്ണകത്ത് ചെല്ലണം ചേറ്റ. ശ്രീധരമാമ രാത്രി എങ്ങടാ? വീടടച്ച് പൂട്ടി പോന്നിട്ട് ആഴ്ച 1 ആയി. സുജ വരുന്നില്ല, അവളെ വിടുന്നില്ല എന്റെ മക്കള്. ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കണോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്റെ രവി. ആ ഗൾഫുകാരെ വന്ന് കയറിയ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കണം എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് നല്ല പെരുമാറ്റാവന്റെ. ശ്രീധരമാമ, എനിക്ക് ഒരു കാര്യം അറിയണം. എന്താ അത്
പ്രേമ, രവി, അഴുകി ചെയ്യണ സാധനങ്ങളാണ് നമ്മൾ കുഴിച്ചു മൂടുക. കുഴിച്ചു മൂടിയത് മാന്തി നോക്കിയ ചീഞ്ഞ നാറ്റ. വേണ്ട, മൂടിയൊന്നും മാന്തണ്ട. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഞാൻ സൗകര്യം പോലെ വീട്ടിലേക്ക് വരാം. ആ, അമ്മ കൂടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു. അതിനെന്നാ കിടന്നോളൂ. എനിക്ക് വലിയ സന്തോഷായി. ലേക്കിൻ സുനന്ദ കുച്ച് കയറി थी. എനിക്ക് ഒന്നും ശരിക്കും മനസ്സിലായില്ല. അന്ന് സാരല്ല. പണ്ടും എനിക്ക് അതാ വിധി. കാര്യത്തോട് അടുക്കുമ്പോ സുനന്ദ പുറത്ത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോ പോലും അതെ, എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്സ്, എനിക്ക് മാത്രം പൊട്ട. പഠിക്കാനാണെങ്കിൽ 24 മണിക്കൂർ പഠിപ്പ്. എന്നിട്ട് BEd റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. ഇളിക്കണ്ട, അതുപോലെ തന്നെ എന്റെ കല്യാണം. പൊന്നും വേണ്ട, പണവും വേണ്ട, ഞങ്ങക്ക് പെണ്ണിനെ മാത്രം മതിയെന്നും പറഞ്ഞ് നല്ല പുലിവീരന്മാര്, അമ്പിള്ളേരെ തന്തമാര് എന്റെ അച്ഛന്റെ പുറകെ നടന്നതാ അല്ലേടി. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു കോന്തൻ. ഞാനിത് കേൾക്കണം. അത്രയ്ക്ക് ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ലേ ഗംഗാരേട്ടാ. എന്നാൽ ഇങ്ങനെയൊക്കെ പറയാവോ സുനന്ദേച്ചി? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ സുരേഷെ. നിനക്കറിയാലോ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ വീടും കുടുംബവും ഇട്ടെറിഞ്ഞു ഒരു കൊല്ലം ഇവിടെ വന്ന് നിൽക്കണം. കഴിഞ്ഞ 7 ദിവസമായി ഒരു മോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതാ ഞാൻ എന്റെ അമ്മയെ. എന്നിട്ടിപ്പോ സുഖമായപ്പോ അമ്മയ്ക്കിപ്പോ ഞാൻ വേണ്ട, ആ ഹിന്ദിക്കാരി മതി. നീ പറ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? സുനന്ദേച്ചി ഹോ, എനിക്ക് കണ്ണീര് കാണാൻ വയ്യ. ദേ ഇപ്പൊ കേറി എനിക്ക് BP. ആണോ? എന്നാ അതെടുത്ത് കുടിക്കേ. ഇത് ഷുവറാ. എന്താ നീ കരണേ? ഒന്നുമില്ല. അമ്മ സീതനെ വിളിച്ചതാണ് കാര്യമെങ്കില് അവൾ അമ്മയുടെ മുറിയിലല്ല കിടക്കണേ. എടുത്ത് കിടന്നോട്ടെ, എനിക്കെന്താ? അമ്മ ഇല്ലാണ്ട് വളർന്ന അവള്, അതുകൊണ്ട് നമ്മുടെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എന്താ കാര്യം? അവൾക്ക് ഭാഷ അറിയില്ലല്ലോ. രാത്രി അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാൽ അവൾക്ക് മനസ്സിലാവില്ല. പിന്നെ എത്രയായാലും അവള് മരുമോളല്ലേ, നിന്റെ അത്ര ഒക്കുവോ? ഏട്ടനത് മനസ്സിലായല്ലോ, എനിക്കത് മതി. എന്റെ ഏടത്തി, എനിക്ക് ഏടത്തിയോട് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഏടത്തി കുറച്ചു ദിവസമല്ലേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ വേറെ ഉണ്ടല്ലോ ചില നീത്യാരമ്മമാര്, അവര് ചിലത് മനസ്സിലാക്കണം. അതിന് ഞാൻ ചില കാര്യങ്ങൾ പറയും. എന്റെ ഏട്ടാ, പരദൂഷണം പറയണ സ്വഭാവം പണ്ട് നാളെ എനിക്ക് ഇല്ലാതെ ഏട്ടൻ അറിയാലോ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു മിസ് ഇന്ത്യ, ഏതോ വലിയ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്നു എന്നാ ഭാവം. ഒരു കള്ളച്ചടക്കാരന്റെ മോളാ. ആ മുറിയിൽ നിന്ന് ഇറങ്ങും സർക്കിയിട്ട് പോവാൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. അവനാണെങ്കിലോ അവള് വേണ്ടെന്ന് പറഞ്ഞ മൂത്ത ഒഴിക്കില്ല. ഉണ്ടായ കാശം മുഴുവൻ കൊണ്ട് ആ തന്തയുടെ കൂടെ കൂടി ഒരു ചാരായ കമ്പനി തുടങ്ങി. അത് പൂട്ടി. നമ്മുടെ അമ്മയുടെ മുറി കയറാനേ അവൾക്ക് അറപ്പാന്ന്. അവളെ പറഞ്ഞിട്ടെന്താ, സ്വന്തം മോള് കയറണില്ല. ദുബായ്ക്കാരന്റെ ഭാര്യയല്ലേ, മാസാമാസം ഡ്രാഫ്റ്റ് വരും. എന്നാ നമ്മുടെ അമ്മയ്ക്ക് അനാസി വാങ്ങിക്കാൻ ഒരു പൈസ. അവന്റെ വീട്ടിലെ അവക്ക് സുഖം പോരാന്ന്. അമ്മായിമ്മയും മരുമോളും എന്നും കീരിയും പാമ്പോ. പരദൂഷണല്ല കേട്ടോ, ഏട്ടനും എടുത്തി മനസ്സിലാക്കണം. അതെന്നെ മേഴ്സിയേ, എന്താ അമ്മയുടെ മുറിയിലെ എന്റെ കിടക്കയുടെ വിരിയൊന്ന് മാറ്റിക്കോളൂ. ദേ, ഈ നേഴ്സ് ഉള്ളതാ എനിക്ക് ആകെ ഒരു സഹായം. പക്ഷേ അതും ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ ആ ഡോക്ടറമ്മ വെച്ചതാ. ഇവിടെ ഇപ്പൊ മക്കളും മരുമക്കളുമായിട്ട് നമ്മൾ എല്ലാരും ഇല്ലേ. എന്നിട്ടും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നഴ്സിനെ വെക്കണം. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ദേ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയെന്നറിയോ? ഇനി ഞാൻ ഏറ്റു. മേഴ്സി, ഇതെങ്ങോട്ടാ? ഞാൻ പോവാണ്. അയ്യോ, അതെന്താ? അമ്മച്ചി പറഞ്ഞു പൊയ്ക്കോളാൻ. പിരിച്ചു വിട്ടോ? അയ്യോ. മേഴ്സി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കേ. മേഴ്സിക്ക് ഞാൻ മസ്കറ്റിലൊരു ജോലി ശരിയാക്കി തന്നാലോ? തരട്ടെ? മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതാണോ കാര്യം? അതിനെന്താ, ഒരു പാസ്പോർട്ട് എടുക്കണം. അതിന് എത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാൽ അതാ ഞാൻ തരാം. എൻ്റെ കയ്യിൽ കാർഡില്ല, ഇവിടെ വിളിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഓ, എന്താടി? എന്താ? എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം? ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്താ? ഒരു സ്പ്രേ. ആഹാ, നല്ല മണ. ആണോ? ആ, എന്നാലേ എനിക്ക് വേണ്ട. ആ